നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ സർക്കാരും ഗവർണറും അത് കഴിഞ്ഞപ്പോൾ SFI പിള്ളേരും ഗവർണറും ഇങ്ങനെ പോര് നടക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്ന് അല്പം ഒന്ന് ശമിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇതാ കോൺഗ്രസിലെ സുധാകരനും പിന്നെ നമ്മുടെ MP ഉണ്ടല്ലോ, നമ്മുടെ AA റഹീം MPയുമായിട്ടുള്ള ഒരു യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. സർവകലാശാല സെനറ്റ് നിയമനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അനുകൂലിച്ച് KPCC പ്രസിഡന്റ് സുധാകരൻ നടത്തിയ പ്രസ്താവനയിൽ പ്രതികരിച്ചുകൊണ്ടാണ് AA റഹീം രംഗത്ത് വന്നിരിക്കുന്നത്. സുധാകരൻ പണ്ട് RSS ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ കോൺഗ്രസ്സുകാരെ പറഞ്ഞുവിട്ട ആളാണെന്നും തോന്നിയാൽ BJPയിലേക്ക് പോകുമെന്നും പറഞ്ഞിട്ടുണ്ടെന്നും റഹീം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കുറിച്ചിരിക്കുകയാണ്. സർവകലാശാല സെനറ്റ് നിയമത്തിൽ ഗവർണറെ അനുകൂലിച്ച സുധാകരൻ യോഗ്യതയുള്ള സംഘപരിവാർ അനുകൂലികളെ സെനറ്റിൽ നാമനിർദ്ദേശം ചെയ്യുന്നതിനെ എതിർക്കുന്നില്ലെന്നും സംഘപരിവാർ അനുകൂലികളും ജനാധിപത്യത്തിൻ്റെ ഭാഗമാണെന്നും പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ റഹീം പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. റഹീമിൻ്റെ കുറിപ്പിൻ്റെ സംക്ഷിപ്ത രൂപം ഇങ്ങനെയാണ്: സംഘപരിവാറിന് എന്താണ് കുഴപ്പം? സുധാകരൻ പണ്ട് RSS ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ കോൺഗ്രസ്സുകാരെ പറഞ്ഞുവിട്ട ആളാണ്. തനിക്ക് തോന്നിയാൽ BJPയിലേക്ക് പോകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുധാകരൻ നടത്തിയ സംഘപരിവാർ അനുകൂല പ്രസ്താവനയിൽ ഒരു ഞെട്ടലുമില്ല. ആദ്യം പറഞ്ഞ രണ്ടും പോലല്ല ഇപ്പോഴത്തെ കാര്യം. അതിൽ തികച്ചും നയപരമായ ഒരു ഭാഗമുണ്ട്. കേരളത്തിലെ സർവകലാശാല സെനറ്റുകളിൽ RSSകാരെ നിയമവിരുദ്ധമായും ജനാധിപത്യ വിരുദ്ധമായും ചാൻസലർ ശുപാർശ ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ ഇതിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് കോൺഗ്രസിൻ്റെ നയപരമായ പ്രഖ്യാപനമാണ്. കോൺഗ്രസിൻ്റെ ഈ നയത്തോടെ ലീഗിൻ്റെ നിലപാട് എന്താണ്? സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ സംഘപരിവാർ പ്രവർത്തകരെ കുത്തി നിറയ്ക്കുന്നത് സിൻഡിക്കേറ്റ് ലക്ഷ്യം വെച്ചാണ്. സർവകലാശാലകളെ വർഗീയവൽക്കരിക്കുകയാണ് ലക്ഷ്യം. സിൻഡിക്കേറ്റിലേക്കായാലും നിയമസഭയിലായാലും സംഘപരിവാർ അംഗങ്ങൾ വരുന്നതിൽ തനിക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് പറയുന്ന KPCC അധ്യക്ഷൻ മതനിരപേക്ഷ കേരളത്തിന് അപമാനമാണ് എന്ന് നമ്മുടെ AA റഹീം കുറിക്കുന്നു. എന്തായാലും റഹീമിന് നല്ലതുപോലെ തന്നെ ഇനിയിപ്പോൾ സുധാകരൻ്റെ കയ്യിൽ നിന്ന് കൊട്ട് കിട്ടാറായിട്ടുണ്ട് എന്ന് അർത്ഥം.